വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒത്തിരി റയറായിട്ട് കിട്ടുന്ന റോസസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ്. അപ്പോൾ അതേ ഫസ്റ്റത്തെ വെറൈറ്റി ഡീലാമാൽ മേസൺ ആണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഡേവിഡ് ഓസ്റ്റൺ റോസ് വെറൈറ്റിയിൽ വരുന്ന ഒരു ടൈപ്പാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. നല്ലൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. കണ്ടിന്യൂ ബ്ലൂമറാണ് കേട്ടോ. എപ്പോഴും പൂക്കൾ തന്നുകൊണ്ടിരിക്കും. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ബെഡ് റോസ് പോലെ പൂക്കൾ ഒരെണ്ണം തന്നിട്ട് മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നുമില്ല. വെച്ച് കഴിയുമ്പോൾ ഇതൊരു പ്ലാന്റ്സ് എന്നും ഫ്ലവറിങ് ആയിരിക്കും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമാണ്. അതിൻ്റെ പെറ്റൽ അറേഞ്ച്മെൻറ്റ്സ് ആയാലും ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. അടിപൊളി ഫ്ലവറാണ് കാണാൻ. ബേബി പിങ്ക് ഷെയ്ഡിൽ ഒരു വൈറ്റ് ബേബി പിങ്ക് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഫ്രാഗ്രൻസ് ഉണ്ട്. അതുപോലെ ബ്ലൂമിങ് മെഷീൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത്രമാത്രം പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഡീലാമാൽ മേസൺ ആണ്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ്. അപ്പോൾ നിങ്ങൾക്കും വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പ് വെച്ച് പുതിയ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്ക് റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു വെറൈറ്റിയാണ്. എപ്പോഴും ഈ ഒരു റോസ് അവൈലബിലിറ്റി ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമ്മുടെ കയ്യിലിപ്പോൾ 10 പ്ലാന്റ്സാണ് സ്റ്റോക്ക് ഉള്ളത്. അടുത്തത് അഹല്യ റോസാണ്. പിങ്ക് സമ്മർ സ്നോ എന്നറിയപ്പെടുന്ന അഹല്യ റോസാണ്. ബ്ലൂമിംഗ് ആണ് ഇതും നല്ലതുപോലെ ഇങ്ങനെ ഫ്ലവറിങ് ആവും. പേപ്പർ വൈറ്റ് റോസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന റോസാണ് പിങ്ക് സമ്മർ സ്നോ. വിരിയുമ്പോഴത്തേക്കും ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഡേയൊക്കെ ആകുമ്പോൾ ഒരു വൈറ്റും പിങ്കും കൂടെ കലർന്നൊരു നിറത്തിലോട്ട് മാറും. അത് കഴിഞ്ഞ് കൊഴിയാൻ നേരം ആകുമ്പോൾ ഫുള്ള് വൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ഒരു പൂവിൻ്റെ വിരിയുന്നത് മുതൽ കൊഴിയുന്നത് വരെയുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ബ്ലൂ ഫോർ യു എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. അടിപൊളി വെറൈറ്റിയാണ്. ബ്ലൂ ഫോർ യു എന്നാണ് ഐ ഡി വരുന്നത്. ഒരു ഇതിനും ഞാൻ ആ വീഡിയോയ്ക്ക് അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു പൂ വിരിയുന്നത് മുതൽ കൊഴിയുന്നത് വരെയുള്ള അവസ്ഥ, ആ പ്ലാന്റിൻ്റെ അവസ്ഥ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വിരിയുമ്പോൾ ഡാർക്ക് കളറാവും. പിന്നെ അത് കൊഴിയാൻ നേരമാകുമ്പോൾ കളർ ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നില്ലേ, അതിൽ ലാസ്റ്റ് ഒരു ഫ്ലവർ കണ്ടില്ലേ, ഇപ്പോൾ ആ ഷെയ്ഡിലോട്ട് മാറുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു റെഡ് ക്രീപ്പറാണ്. നമ്മൾ ഇതുവരെ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള റെഡ് ക്രീപ്പറല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരു റെഡാണ്. നക്ഷത്രം പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലേ. കുഞ്ഞു പൂക്കളാണ്. തീരെ വലിപ്പമുള്ള പൂക്കളല്ല. നമ്മുടെ സാധാരണ റെഡ് റോസ് അല്ല കേട്ടോ. അതിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പെറ്റൽസിൻ്റെ അടിയിൽ ഒരു വൈറ്റ് ഷെയ്ഡാട്ടോ വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി ഫ്ലവറാണ്. കുഞ്ഞു റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വന്നേക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഹെറോഗേറ്റ് എന്നാണ് ഐ ഡി വരുന്നത്. ഇതിൻ്റെ പൂക്കളെ കുറിച്ചിട്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതുപോലെ ഫ്ലവറിങ് ആവാം. ചിലപ്പോൾ തിക്കായിട്ട് പെറ്റൽസ് വന്നിട്ട് തിക്കായിട്ടുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഈ രണ്ട് കളറിൽ വരാറുണ്ട്. ഒരു പകുതി ഒരു ഓറഞ്ചും പകുതി യെല്ലോയും. ചില സമയത്ത് ഇത് ഫുൾ ഓറഞ്ച് ആവാറുണ്ട്. ചില സമയത്ത് ഫുള്ള് മഞ്ഞയാവാറുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഫ്ലവറിങ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഐ ഡി വന്നിട്ട് ഹെറോഗേറ്റ് എന്നാണ്. അടുത്തതായിട്ട് എല്ലാ പേരും കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നപ്പോൾ എൻക്വയറി നടത്തിയൊരു ഐറ്റമാണ്. ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഡ് നൈറ്റ് ബ്ലൂ ആണ്. അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ളത്. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ. ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് തൈകൾ. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ്. നിങ്ങൾക്കും ഇതിൻ്റെ കമ്പ് വെച്ച് പുതിയ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും. തൈകളാക്കി എടുക്കുമ്പോൾ നമുക്ക് ഈ ചകിരിച്ചോറിലോ കൊക്കോപിറ്റിലോ ഇല്ലാന്നുണ്ടെങ്കിൽ സോയിലോ നമ്മുടെ ആറ്റുമണലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. പിന്നെയുള്ളത് ഇതും കുഞ്ഞു നക്ഷത്രങ്ങളെ പോലെ മഞ്ഞയും വെള്ളയും നിറത്തിൽ നിൽക്കുന്നതാണ്. നമുക്കിപ്പോൾ ഒരു 2 പ്ലാന്റൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വെക്കാവുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്നറിയാമോ. കാരണം ഇതിൽ തന്നെ ഒരു പൂവ് വിരിയുന്നത് മുതൽ കൊഴിയുന്നത് വരെ, അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ടാവും. വിരിയുമ്പോൾ ചിലപ്പോൾ യെല്ലോ ആണ്, കൊഴിയാൻ നേരത്ത് വൈറ്റിലോട്ട് മാറും. ചില ഫ്ലവേഴ്സ് യെല്ലോയും വൈറ്റും മിക്സഡ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 2-3 പ്ലാന്റ്സൊക്കെ അടുത്തടുത്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഇത്തിരി വലിയ പ്ലാന്റ് ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൽ തന്നെ വിരിയുന്ന പ്ലാന്റ് പല സൈസായിരിക്കും കേട്ടോ. പല സൈസല്ല, പല ഫ്ലവറിനും പല ഷേപ്പ് ഇതായിരിക്കും, കളറായിരിക്കും. ഇത് വന്നിട്ട് 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളിയാണ് ഈ ഒരു 7 ഡേയ്സ് റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പൂക്കൾ തരും. 7 ദിവസം വരെ കൊഴിയാതെ വാടാതെ നിൽക്കുന്ന പ്ലാന്റാണ്. ടീ കാറ്റഗറിയിൽ വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ.
അടിപൊളി പ്ലാന്റാണ് കേട്ടോ, കാണാനായിട്ട് നല്ല രസമാണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു 7 ഡേ എന്ന് പറയുന്നത്. 7 ഡേ ഒക്കെ ഇല്ലാത്തവരാണെങ്കിൽ പർച്ചേസ് ചെയ്ത് വെക്കാം കേട്ടോ. ഗാർഡനിൽ എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. നമ്മുടെ ഓർക്കിഡ് എങ്ങനെയാണോ ഫ്ലവറിങ്, ഡെൻഡ്രോബിയൊക്കെ എങ്ങനെയാണോ ഫ്ലവറിങ് ആവുന്ന ആ സെയിം പാറ്റേണിൽ തന്നെ ഫ്ലവറിങ് ആവുന്നതാണ്. ഏറ്റവും താഴെ നിന്ന് തുടങ്ങി മുമ്പിലേക്ക് ഫ്ലവറിങ് ആവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പിങ്ക്, ബേബി പിങ്ക് കളറിലാണ് വരുന്നത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. കഴിഞ്ഞ തവണ നമ്മുടെ ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഓർക്കിഡ് റോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും 2ഉം 3ഉം പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്തവർക്കൊക്കെ നാളത്തെ കൊറിയറിൽ അയക്കും കേട്ടോ. 2ഉം 3ഉം പ്ലാന്റ്സ് ഓർക്കിഡ് റോസ് ഓർഡർ ചെയ്തവരുണ്ട്, അവർക്ക് നാളെ അയക്കുന്നതായിരിക്കും. ഇത് വന്നിട്ട് റെഡ് ക്രീപ്പറാണേ. അടിപൊളിയാണ് റെഡ് ക്രീപ്പർ. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു റെഡ് പൂക്കളായിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതും, പിന്നെ നമ്മുടെ റെഡ് പിനാക്കിയുടെ കൂട്ട് തന്നെ ആ റെഡ് പിനാക്കിയുടെ ഫ്ലവർ എങ്ങനെയാണോ അതുപോലെ ഫ്ലവറിങ് ആവുന്നതാണ്. അതിൻ്റെ ഫ്ലവറിൻ്റെ പാറ്റേൺ തന്നെയാണ് ഈ ഒരു ക്രീപ്പറിന് വരുന്നത്. നല്ലതുപോലെ ബ്ലൂം ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. പനിനീർ റോസ് അല്ല, പനിനീർ റോസിൻ്റെ ചേച്ചി എന്നറിയപ്പെടുന്ന റോസാണ് കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ളൊരു എന്താ മജന്ത ഷെയ്ഡ്, മജന്ത എന്നും പറയാൻ പറ്റില്ല, പിങ്ക് എന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഇച്ചിരി ഡാർക്കായിട്ട് വരുന്നൊരു കളറിലാണ് കേട്ടോ. നിറയെ പൂക്കും, പക്ഷേ ആയുസ് കുറവാണ്. ഒരു ദിവസമൊക്കെ പൂ നിൽക്കുകയുള്ളൂ. പക്ഷേ അപാര സുഗന്ധമാണ്. വിരിയുന്ന സമയത്ത് നമ്മുടെ പന്നീർ റോസ് എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല സ്മെല്ല് തരുന്നൊരു റോസും കൂടെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെയും നമുക്ക് തൈകളിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും, ബേബി പാരഡൈസ് ആണ്. ഇതും സെയിം തന്നെയാണ്. ഓരോ തവണയും ഓരോ പൂക്കളായിരിക്കും. വിരിയുന്ന സമയത്ത് വൈറ്റും ജസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് കാണാം. അതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ ഫുള്ളായിട്ടൊരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡിലോട്ട് മാറും. അപ്പോൾ ഒരു പ്ലാന്റ് ഇങ്ങനെ വലിയ പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ ഒരു 7-8 പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 7-8 പൂക്കളും കാണാനും ഓരോ രീതിയായിരിക്കും. ഇത് വിരിയുന്ന സമയത്തുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിരിയുന്ന സമയത്തുള്ളതാണ്. അതിന് ശേഷം ആകുമ്പോൾ ഫുള്ളായിട്ടൊരു റെഡിലോട്ട് മാറുന്നതാണ്. പിന്നെ മിഡ് നൈറ്റ് ബ്ലൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. ഒത്തിരി വലിപ്പമുള്ള തൈകളല്ല, ഒരു മീഡിയം സൈസ് ഉള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ വേനൽക്കാലമാണ്, നമുക്ക് റോസൊക്കെ വെള്ളം കൊടുത്ത് നല്ലതുപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ടൈമാണ് കേട്ടോ. പെട്ടെന്ന് അസുഖങ്ങൾ വരുമോ അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വേനൽക്കാലത്ത് നമ്മൾ എന്നും കൊടുക്കുന്നത് പോലെ നന കൊടുക്കുക. മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ് നന കൊടുക്കുക. അധിക കെയറോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആകുമ്പോൾ പ്ലാന്റ്സ് നല്ലതുപോലെ വലിച്ചെടുക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളത് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക. പിന്നെന്താ NPK ഒക്കെ ആണെങ്കിൽ NPK ഒക്കെ യൂസ് ചെയ്യുക. ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന റോസ് ബൂസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ചുവടെ ഇളക്കിയിട്ട് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് വെള്ളവും നനച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. വയലറ്റ് കളറാണ്, മിഡ് നൈറ്റ് ബ്ലൂ എന്നാണ് ID വരുന്നത്. ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ റോസിലും മിക്കതും ഓൺ റൂട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺ റൂട്ടഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ. താങ്ക് യു.